ആലത്തൂർ താലൂക്ക് പരിധിയിലെ എല്ലാ ഗ്രാമീണ റോഡുകളും മഴക്കാലത്തിനു മുമ്പ് റീടാർ ചെയ്യണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. റീബിൽഡിംഗ് കേരളയുടെ ഭാഗമായി കാവശ്ശേരി 1, മേലാർകോട് എന്നീ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വികസന സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ആലത്തൂർ കുത്തന്നൂർ റോഡിൽ മരുതുംതടം ഭാഗത്ത് വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നതായും നടപടി സ്വീകരിക്കണമെന്നും വികസന സമിതി അംഗം ആവശ്യപ്പെട്ടു. ചാക്കിൽ കെട്ടിയിട്ട് ഒരു 200-300 ചാക്കുകളോടെ അത് ശ്രദ്ധിക്കാനുള്ളൊരു നടപടി ഉണ്ടാകും. മരമില്ലുടമകൾ തങ്ങളുടെ മരങ്ങൾ പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ സൂക്ഷിക്കുന്നതായും ഇതുമൂലം വാഹനാപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കായുള്ള ശൗചാലയം പണം ഈടാക്കി ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ വികസന സമിതി യോഗം തീരുമാനിച്ചു. 2 വർഷമായി നമ്മുടെ ഓഫീസിന് പുറകിലായിട്ട് കോടതിയോട് ചേർന്ന് അത് ഇതുവരെ തുറന്നു കൊടുത്തു. അവിടെ പോയി കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ആൾക്കാരായിട്ട് പോയപ്പോഴാണ് അവിടെയാണ് നമുക്ക് യൂണിയൻ പാസ് ചെയ്യാറുള്ളത്. അപ്പോഴാണ് നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാർ ചോദിച്ചപ്പോൾ പല സ്ഥലങ്ങളും ഓഫീസുകളിൽ വിദ്യോഗികമായി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 6 സെക്ഷൻ കൂടിയാണ് അവർ കയറ്റിയത്. അപ്പോഴാണ് അതിന് വിശദമായിട്ടൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. നമ്മുടെ ഇതിൻ്റെ പുറകിലായിട്ട് കമ്പർ സ്റ്റേഷൻ ഉണ്ട്, അത് സുഖമായി പ്രവർത്തിക്കുന്നില്ല, അത് വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്, എന്തൊക്കെയോ സാങ്കേതിക തകരാറാണ്. അടിയന്തരമായി അത് പരിഹരിക്കാനുള്ള ഒരു യോഗത്തിന് തീരുമാനമാണ്. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. ആലത്തൂർ MLA KD പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. പരാതികൾ ഇവിടെ പറയുന്ന പോലെ തന്നെ പരിഹരിക്കാൻ നമ്മളെല്ലാവരും കൂടി സഹായിക്കുകയും വേണം. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ സഹായിക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് വരുന്നത് നമ്മുടെ ഗ്രാമീണ റോഡുകളുമായി ബന്ധപ്പെട്ടതാണ്. അത് പരമാവധി പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. 1000 കോടി രൂപ ഇപ്പോൾ അതിനുവേണ്ടി മാറ്റിവെച്ചതാണ്. പഞ്ചായത്തുകളെല്ലാവരും പ്രോജക്റ്റിൽ ഗ്രാമീണ റോഡുകൾക്ക് മുൻഗണന കൊടുക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൽ വെച്ചതും അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഗ്രാമീണ റോഡുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് എല്ലാ റോഡുകളും അടിയന്തരമായി നവീകരിക്കാനുള്ള ഏർപ്പാട് നടത്തണം. ജലജീവൻ മിഷൻ്റെ ഇനിയുള്ള വർക്കുകൾ നടത്തുന്നതിൽ അപ്പോൾ തന്നെ റീസ്റ്റോറേഷൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സമയമെടുക്കുമെങ്കിൽ അത്യാവശ്യം ഈ യാത്രയ്ക്ക് പറ്റാവുന്ന നിലയിലുള്ള വർക്ക് ചെയ്യണം. അതൊരു നിർദ്ദേശം ജലജീവൻ മിഷന് പൊതുവായി കൊടുക്കണം. കല്ലും മണ്ണെല്ലാം അവിടെ കൂട്ടിയിട്ടിട്ട് പോകാൻ പാടില്ല. റെസ്റ്റോറേഷൻ പിന്നീട് നടന്നുണ്ട്, പക്ഷേ മണ്ണ് നിരത്തി കൃത്യമാക്കി പരിപാലിച്ച് പോകണം എന്ന നിലയ്ക്കുള്ളൊരു നിർദ്ദേശമുണ്ട്. ആലത്തൂർ തഹസിൽദാർ K. ശരവണൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൈനി, കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ, പെരുങ്ങോട്ടുകുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി, കുഴൽമന്നം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ, മേലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് T. വത്സല, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.